ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ വെറും 7 ദിവസം കൊണ്ട് മാറുകയും അതുപോലെ തന്നെ മുടി വളരുകയും ചെയ്യുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് ഞാനിന്ന് കാച്ചിയെടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറും എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എണ്ണ എങ്ങനെയാണ് കാച്ചിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക നമുക്ക് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. ഇത് അരയ്ക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ തിക്കായിട്ടിരിക്കുമെങ്കിലും ഇതൊന്ന് എടുത്ത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, നീര് നല്ലതുപോലെ ഇട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം എടുക്കാനായിട്ട്. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഇനി ഈ 50 ഗ്രാം നെല്ലിക്കയിൻ്റെ കൂടെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് 50 ഗ്രാം തന്നെ അളവിൽ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്കറിയാം മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾക്കും കൂടി നല്ലതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇത് മുടിക്ക് നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനായിട്ട് പോലും വളരെ നല്ലതാണ്. ഇതിന്റെ അളവെന്ന് പറയുന്നതും നമ്മൾ നെല്ലിക്കയുടെ അതേ അളവ് തന്നെയാണ് കരിഞ്ജീരകവും എടുത്തേക്കുന്നത്. ഇത് നമ്മൾ മുഴുവനായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ആവശ്യം. ഇത് 75 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. 50 ഗ്രാം നെല്ലിക്കയും 50 ഗ്രാം കരിഞ്ജീരകവും 75 ഗ്രാം വെളിച്ചെണ്ണയും. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾ അഥവാ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് 2 സാധനങ്ങളുടെ അളവ് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടിയെടുക്കണം. ഓക്കെ, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമുക്ക് തലയിൽ തേക്കാനായിട്ട്. ഇനി ഇത് അടി കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ഈ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ചട്ടി, എണ്ണയൊക്കെ കാച്ചാനായിട്ട് പറ്റുന്നത്. അതാകുമ്പോൾ എണ്ണ വേഗം വറ്റി പോവില്ല. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ 75 ഗ്രാം എണ്ണയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ മുഴുവൻ നെല്ലിക്കയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കരിഞ്ജീരകം ഇപ്പോൾ ചേർക്കുന്നില്ല, ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇത് പൊടിക്കാതെ മുഴുവനായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തീ കത്തിച്ച ശേഷം നിങ്ങളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് മൂപ്പിച്ചെടുക്കുന്ന സാധനമല്ല. സാധാരണ എല്ലാവരും എണ്ണ കാച്ചുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാട് മൂപ്പിച്ചിട്ട് എണ്ണ കുറച്ചു നേരം നല്ല തിളച്ചിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എണ്ണ നമ്മൾ ഒരുപാട് നേരം മൂപ്പിക്കാനായിട്ട് വിടുന്നില്ല. അപ്പൊ നമ്മളിത് വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്താക്കുക, ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അത് മറക്കാനായിട്ട് പാടില്ല. ഈ നെല്ലിക്കയ്ക്ക് ഒരു യെല്ലോ കളർ വരും. ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് എളുപ്പത്തിൽ തിളയ്ക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾ ഇത് തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത് അടിയിലൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത നെല്ലിക്ക എണ്ണയിലോട്ടൊക്കെ നല്ലതുപോലെ അതിന്റെ നീരൊക്കെ ഇറങ്ങി നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ബ്രൗൺ ഷെയ്ഡിൽ അങ്ങനെ മൂത്ത് വരുമൊന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് മൂത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് നേരം തിളയ്ക്കാനായിട്ട് പാടില്ല. ഇതിന്റെ ഒരു സമയം പറയുകയാണെങ്കിൽ ഒരു 2.5 മിനിറ്റ് വരെ, അതുവരെ നിങ്ങൾക്ക് ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിക്കാം. അതായത് ലൈറ്റായിട്ടുള്ള, ഒരുപാട് നല്ല കുമ്പള പോലെ തിളപ്പിക്കാതെ ലൈറ്റായിട്ട് തിളപ്പിച്ചെടുക്കാൻ പറ്റും. അതല്ലാതെ ഒരുപാട് നേരം തിളപ്പിക്കരുത്.
2.5 മിനിറ്റ് നേരം മാത്രം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏകദേശം സമയമൊന്നും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട കളറിനെക്കാട്ടി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഇത് വരുന്നുണ്ട്. ഇത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണയ്ക്ക് ഒരു ഫലവും ഉണ്ടാവില്ല. മൂത്തതിന് ശേഷം നമ്മളിത് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ അങ്ങനെ നിൽക്കില്ല. അപ്പം ഇപ്പോൾ ഇത് കറക്റ്റ് സമയമാണ്. ഈ ഒരു പാകത്തിന് നമുക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചിട്ടല്ല ചേർക്കുന്നത്, മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. കരിഞ്ജീരകം ഇട്ട് കൊടുത്ത ശേഷം ഒരുപാട് നേരം വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. അപ്പം അത് നിങ്ങളൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ജീരകം ഇട്ട് കൊടുത്ത ശേഷം 1 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ആ കരിഞ്ജീരകത്തിന്റെ ഒരു ഉള്ളിലുള്ള വൈറ്റമിൻസ് എല്ലാം കൂടെ നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങി ചെല്ലുള്ളൂ. ആ 1 മിനിറ്റ് കൃത്യം ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കറിക്കൊക്കെ വറവിടാനൊക്കെ ആയിട്ട് എടുക്കുന്ന നമ്മുടെ ഉലുവ, അത് മുടി വളരാനായിട്ടാണ് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പിടി മാത്രം മതി. ഒരു പിടി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കടുക് താളിക്കാനായിട്ട് ഒരല്പം കയ്യിലെടുക്കില്ലേ, അത്രയും മതി. ഒരുപാട് ചേർക്കണ്ട, അത്ര മാത്രം മതി. അതുകൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഇത് മതി. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമ്മളിത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഞാനിത് 3 ദിവസങ്ങൾക്ക് ശേഷമുള്ളതാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇപ്പൊ 3 ദിവസങ്ങൾക്ക് ശേഷം എണ്ണ ഇങ്ങനെയാണുള്ളത്, നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പൊ ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇപ്പൊ തിക്കായിട്ടുണ്ടെങ്കിലും നമ്മളുടെ എണ്ണ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഇത് അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എണ്ണ എവിടെ പോയിന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ ഇതെന്തായാലും ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിന്റെ ഗ്രേവി പോലെ ഇരിക്കുന്നത് മുഴുവനായിട്ട് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ മുഴുവൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എണ്ണ മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പയ്ക്ക് പകരം ഒരു തുണി വെച്ചിട്ട് ആ തുണീന്റെ മുകളിലോട്ട് ഇതിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ എണ്ണ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഒരല്പം പോലെ എണ്ണ നമുക്ക് മിസ്സാവില്ല. ഞാനിതിപ്പോ സ്പൂൺ കൊണ്ട് ആക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ടേ എണ്ണ മുഴുവനായിട്ടും ഈ അരിപ്പയിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ തുണി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഏകദേശം ഇതിന്റെ മുഴുവനായിട്ടുള്ള ഒരു എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ എണ്ണ. അത് മാത്രമല്ല, ഇതിനകത്തോട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വൈറ്റമിൻസും എല്ലാ കാര്യങ്ങളും ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം മാത്രം കുളിക്കുക. ഇങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ഒരു 7 ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിൽക്കും. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.